വീണ്ടും പാകിസ്ഥാന് വമ്പൻ തിരിച്ചടി. 2 വർഷമായി തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഘാതം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി തന്നെ ബാധിക്കുന്നതായി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ മുൻപന്തിയിൽ നിന്ന പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ ഗതികെട്ട നിലയിലേക്ക് മാറുകയാണ്. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ ചിലവുകൾ പോലും അവർക്ക് വഹിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. ഹോട്ടൽ ബില്ല് പോലും അടയ്ക്കാൻ കഴിയാതെ തന്നെ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാണംകെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് പോലും ഇവിടെ പാക് പ്രധാനമന്ത്രിക്ക് ഉണ്ടായതായി തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ തന്റെ ദുരവസ്ഥ, അതായത് തങ്ങളുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ദുരവസ്ഥ വ്യക്തമാക്കി രംഗത്ത് വരികയാണ്. US ഇറാൻ യുദ്ധ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഗുരുതര തിരിച്ചടി ഏൽപ്പിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ എണ്ണ ഇറക്കുമതി ചിലവ് വലിയ തോതിൽ തന്നെ ഉയർന്നു. $300 മില്യൺ നിന്ന് $800 മില്യൺ തന്നെ വർദ്ധിച്ചതോടുകൂടി സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചതായി തന്നെ പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ തന്നെ പെട്രോളിയം ഉപഭോഗത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയതായും മന്ത്രിസഭാ യോഗത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക ടാസ്ക് ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും വെല്ലുവിളികളെ നേരിടാൻ കൂട്ടായ ദേശീയ ശ്രമങ്ങൾ അനിവാര്യമാണ് എന്നും ഷെഹബാസ് ഷെരീഫ് പറയുന്നു. അതേസമയം US ഇറാൻ ചർച്ചകളിലെ പുരോഗതിയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ആ നയതന്ത്ര ശ്രമങ്ങളും ഇവിടെ മന്ത്രിസഭയെ അദ്ദേഹം അറിയിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പ്രദേശത്തെ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തന്നെ സാമ്പത്തിക സമ്മർദ്ദവും നയതന്ത്ര ശ്രമങ്ങളും ഒരുമിച്ച് മുന്നേറുകയാണ്. ഏപ്രിൽ 11 ഇസ്ലാമാബാദിൽ നടന്ന ഇറാനും US തമ്മിലുള്ള ചർച്ചകൾ 21 മണിക്കൂർ നീണ്ടു നിന്നതിനും ഒരു പ്രധാന നയതന്ത്ര മുന്നേറ്റത്തിനായി തന്നെ അടയാളപ്പെടുത്തിയതായും ഷെഹബാസ് ഷെരീഫ് പറയുന്നു. ചർച്ചകളുടെ വിജയത്തിനായി തന്നെ പാകിസ്ഥാൻ അവിടെ ആത്മാർത്ഥവും ഏകോപിതവുമായ ശ്രമങ്ങൾ നടത്തിയെന്നും ഫീൽഡ് മാർഷൽ അസീം മുനീർ, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധർ, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഭാവനകൾ അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്രമങ്ങളുടെ ഫലമായി തന്നെ ഇറാനും US തമ്മിലുള്ള വെടിനിർത്തൽ നീട്ടിയതായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പ്രതിനിധികളുമായി തന്നെ പാകിസ്ഥാൻ സന്ദർശിക്കുകയും അതിനുമായി തന്നെ 2 മണിക്കൂർ, അതായത് താനുമായി 2 മണിക്കൂർ കൂടിക്കാഴ്ച നൽകിയത് ഉൾപ്പെടെ തന്നെ നിരവധി റൗണ്ട് ചർച്ചകൾ നടത്തിയതായും ഇവിടെ അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തന്റെ നേതൃത്വവുമായി കൂടിയാലോചനകൾക്ക് ശേഷം ഇറാൻ ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കുന്നു എന്നതാണ് അരാക്ചി ഇവിടെ ഉറപ്പ് നൽകിയതായും ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.